ലോകമെമ്പാടുമുള്ള UFO വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ഒരു പുതിയ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരിക്കുന്നു. മുൻ US പ്രസിഡന്റ് ജോർജ് H.W. ബുഷിന് അമേരിക്കൻ സൈനിക താവളത്തിൽ വെച്ചുണ്ടായ ഒരു അന്യഗ്രഹജീവി കൂടിക്കാഴ്ചയെക്കുറിച്ചറിയാമായിരുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നടന്നതായി പറയപ്പെടുന്ന അന്യഗ്രഹജീവികളുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരുന്ന ദി ഏജ് ഓഫ് ഡിസ്ക്ലോഷർ എന്ന പുതിയ ഡോക്യുമെന്ററിയാണ് ഇവിടെ ചർച്ചാവിഷയം. 1964 ന്യൂ മെക്സിക്കോയിലെ ഹോളോമാൻ എയർഫോഴ്സ് ബേസിൽ 3 അജ്ഞാത പേടകങ്ങൾ ഇറങ്ങിയതായി ഡോക്യുമെന്ററി ആരോപിക്കുന്നു. ഈ പേടകങ്ങളിൽ ഒരെണ്ണം റൺവേയിൽ ഇറങ്ങുകയും അതിൽ നിന്ന് മനുഷ്യനല്ലാത്ത ഒരൊറ്റ എൻറ്റിറ്റി പുറത്തുവന്ന് എയർഫോഴ്സ് CIA ഉദ്യോഗസ്ഥരുമായി മുഖാമുഖം സംസാരിക്കുകയും ചെയ്തുവത്രേ. പെന്റഗന്റെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവ് എറിക് ഡേവിസിന്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ പ്രധാനം. 2003 ജോർജ് H.W. ബുഷ് തന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞതായി ഡേവിസ് അവകാശപ്പെടുന്നു. CIA മുൻ ഡയറക്ടർ കൂടിയായിരുന്നിട്ടും സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കാൻ ബുഷിന് കഴിഞ്ഞില്ലെന്നും അറിയേണ്ടതില്ല എന്നു പറഞ്ഞ് അദ്ദേഹത്തിന് കൂടുതൽ രേഖകൾ നിഷേധിക്കപ്പെട്ടുവെന്നും ഡേവിസ് പറയുന്നു. ഡോക്യുമെന്ററിയുടെ കാതൽ ലെഗസി പ്രോഗ്രാം എന്ന പേരിലുള്ള ഒരു അതീവ രഹസ്യ US സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ഈ പദ്ധതി പതിറ്റാണ്ടുകളായി തകർന്ന അന്യഗ്രഹ പേടകങ്ങളെയും ജീവികളെയും വീണ്ടെടുക്കുന്നതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായി അഭിമുഖങ്ങളിൽ പങ്കെടുത്തവർ പറയുന്നു. ഈ ഡോക്യുമെന്ററി പുതിയ ഭൗതിക തെളിവുകളൊന്നും നൽകുന്നില്ലെങ്കിലും മുൻ ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞരുടെയും ഞെട്ടിക്കുന്ന മൊഴികളാണ് ഇതിന്റെ കാതൽ. ഇത് ആഗോളതലത്തിൽ UFO രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരുന്ന ഡിസ്ക്ലോഷർ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ്.